അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന വലിയ മഹബത്തോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു വിജയം, സലാമത്ത്, ഫതഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, വിഷമങ്ങളൊക്കെ അല്ലാഹു നീക്കി തരട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദുൽഹിജ്ജ മാസത്തിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് വെള്ളിയാഴ്ചയാകാൻ സാധ്യതയുണ്ട്. കാരണം വരുന്ന വ്യാഴാഴ്ച അസ്തമാനത്തോടെ മഗ്രിബോടെ പിറ കണ്ടാൽ അത് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ആദ്യ വെള്ളിയാഴ്ചയാകും. പിറ കണ്ടില്ലെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച പരിശുദ്ധമായ ദുൽഹിജ്ജ 30 പൂർത്തീകരിച്ച് കിട്ടും. അപ്പോൾ ഏതായിരുന്നാലും ലാസ്റ്റ് വെള്ളിയാഴ്ചയുടെ സാധ്യത നിലനിൽക്കുന്ന വളരെ പോരിശയാക്കപ്പെട്ട വളരെ പ്രധാനമർഹിക്കുന്ന ഒരു സന്ദർഭം അതാണ് ഈ വെള്ളിയാഴ്ച. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെള്ളിയാഴ്ചയെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നമുക്ക് എല്ലാം അറിയാം. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ ലീഡർ, നേതാവ്, അത് ജുമാ ദിവസമാണ്, വെള്ളിയാഴ്ചയാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിലെ എല്ലാ കേടുപാടുകളും തീർക്കുന്നത് വെള്ളിയാഴ്ചയിലൂടെയാണ്. എന്ത് മൈനസ് ഉണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അതെല്ലാം നികത്തി പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരാഴ്ചത്തെ എല്ലാവിധ പ്രയാസങ്ങൾ നീക്കി വിജയം പ്രാപിക്കാൻ കഴിയുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ചയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയുടെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, എന്തെല്ലാം ഹാജാത്തുകളുണ്ടോ, അതെല്ലാം വീട്ടിയെടുക്കാൻ പറ്റിയ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലിയ ആവശ്യങ്ങൾ നിറവേറിയെടുക്കാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് നടന്നു കിട്ടാനുള്ള ഒരു ഷോർട്ട് മെത്തേഡ്, വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം പരിശുദ്ധമായി വെള്ളിയാഴ്ചയിൽ നടക്കുന്നുണ്ടെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വെള്ളിയാഴ്ചയിൽ സഹോദരനോ സഹോദരിയോ ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചക്ക് കൊടുത്തിരിക്കുന്ന മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരാൾ ഒരു ദിക്ർ പറയുന്നു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിക്ർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഹദീസിൽ കാണുന്നുണ്ട്, ഈ പരിശുദ്ധമായ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ സകല കാര്യങ്ങളും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിത്തരുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും, ഹാജാത്തുകൾ എന്തുണ്ടെങ്കിലും, ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ പ്ലാനിനുണ്ടെങ്കിലും അത് വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ പറ്റിയ ഒരു സന്ദർഭം വെള്ളിയാഴ്ചയിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്താ വേണ്ടത്? ഒരു പ്രത്യേകമായ ദിക്ർ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ ഇഷ്ടപ്പെട്ട ദിക്റാണ്. ആ ദിക്ർ പറയലോട് കൂടെ തന്നെ അള്ളാഹു ആ കാര്യം നമുക്ക് ഓക്കെ ആക്കി തരും എന്നാണ് പുണ്യനബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിക്ർ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ദിക്ർ പ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽ ഇസ്മുൽ ആലമാണ്, അതായത് ഏറ്റവും ഉന്നതമായ അള്ളാഹുവിൻ്റെ നാമം ഇസ്മാണ്. അത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മുന്നിടിച്ചാൽ ആ ആവശ്യം നടക്കുമെന്ന് ഉറപ്പാണ് എന്നൊക്കെ 100% ബെനിഫിറ്റ് പറയാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശുദ്ധ ദിക്റാണ്. ഈ ദിക്ർ വെള്ളിയാഴ്ചയുടെ സ്പെഷ്യലാണ്. വെള്ളിയാഴ്ചയിൽ ഒരാൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ, എത്രയെന്ന് പറയുന്നില്ല, മിനിമം 1 വട്ടം പറയാം, അല്ലെങ്കിൽ ഒരു 3 വട്ടം പറയാം. അങ്ങനെ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നമ്മുടെ കാര്യം, ഒരാഴ്ചത്തെ എന്താവശ്യം ഉണ്ടെങ്കിലും അത് നടന്നു കിട്ടുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇതിൽ പറയുന്നത്? ദിക്റിൽ പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ ദയാലുവാണ്, അത്യുദാരനാണ് പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ എല്ലാ മഹത്വങ്ങളുമുള്ള പടച്ചവനെ, നീയല്ലാതെ ഇലാഹില്ല, നീയല്ലാതെ ആരാധ്യനില്ല. യാ ബദിഅസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സംവിധാനിച്ചവൻ നീയാണ്. നീയാണ് ഇതിനെ മനോഹരമായി സംവിധാനിച്ചത്, വേറെ ആരുമല്ല. എന്നിട്ടോ യാ ദൽ ജലാലി വൽ ഇക്റാം, നീ ദുൽ ജലാലി വൽ ഇക്റാമാണ്. അതായത് വലിയ കറമുടയവനാണ്, വലിയ ഔദാര്യമുടയവനാണ്, വലിയ വളർമ്മയുടയവനാണ്, വലിയ മഹാനാണ് എന്ന് പറയുന്ന വാക്കാണ് ഈ പരിശുദ്ധമായ ദിക്ർ. പ്രിയപ്പെട്ടവരെ, 1 വട്ടോ 3 വട്ടോ പറഞ്ഞിട്ട് ഇന്ന് തന്നെ നമ്മുടെ ആവശ്യങ്ങളൊന്ന് മുന്നിടിച്ചു നോക്കി. അത്ഭുതകരമായൊരു എക്സ്പീരിയൻസ്, അനുഭവം നമുക്കൊക്കെ ഉണ്ടാവും. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്.
നമ്മൾ പഠിച്ചു വെക്കുക. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, ഈ ദുൽഹിജ്ജയുടെ അവസാനത്തെ വെള്ളിയാഴ്ചയാകാൻ സാധ്യതയുള്ള ഈ പരിശുദ്ധമായ മുഹൂർത്തത്തിൽ രണ്ടാമത് നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ, നമ്മുടെ മനസ്സിൻ്റെ വലിയ താല്പര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചു കിട്ടാനുള്ള വഴി പറയുന്നു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെ വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം സ്വതക്ക ഹദിയ, അതിന് വല്ലാത്ത പോരിശയാണ്. അത് ചെയ്യലല്ല, അത് എപ്പോഴും പോരിശയുള്ളതാണ്. ഒരാൾക്ക് സ്വതക്ക കൊടുക്കുക, ഹദിയ കൊടുക്കുക, അത് നല്ല അമലാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, അത് എപ്പോഴും സുന്നത്താണ്. ഇവിടെയോ വെള്ളിയാഴ്ചയാകുമ്പോൾ അത് അധികരിപ്പിക്കൽ സുന്നത്താണ്. സാധാ ദിവസങ്ങളേക്കാൾ കുറച്ച് കൂടുതലുണ്ടാകണം വെള്ളിയാഴ്ചയിൽ, അങ്ങനെ ഉണ്ടാകണം. അത് പ്രത്യേകം സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈനിലടക്കം പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബിൽ കാണാം, അതിൻ്റെ രേഖ കാണാം. അപ്പോൾ പ്രത്യേകം പോരിശുള്ള സുന്നത്താണ്. ഇവിടെ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ഒരു സീക്രട്ട് പറയാം. എന്താ പറയുന്നത്, ആരെങ്കിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ആ പോയതിന് ശേഷം, ജുമാ കഴിഞ്ഞ് മടങ്ങിപ്പോയതിന് ശേഷം വ്യത്യസ്തമായ 2 ഹദിയകൾ, സ്വതക്കകൾ ഒരാൾ കൊടുക്കുകയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ 2 വ്യത്യസ്തമായ, ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു, ഒരാൾക്ക് ക്യാഷ് ഹദിയായിട്ട് കൊടുത്തു, ഏത് രീതിയിലുമാകാം, 2 വ്യത്യസ്തമായ രീതിയിൽ ഒരാൾ സ്വതക്ക ഹദിയ കൊടുത്തു. എത്ര കൊടുത്തത്? അവൻ്റെ കഴിവ് പോലെ, ഓരോരുത്തർക്കും കഴിയുന്നത് പോലെ കൊടുത്തിട്ട് അദ്ദേഹം മടങ്ങി വന്നു. പിന്നെയും പള്ളിയിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നതിന് ശേഷം ജുമാ നിസ്കരിച്ച സ്ഥലത്തേക്ക് മടങ്ങി വന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് മനോഹരമായി വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചു. സാധാരണ മുത്തലക്കൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിയ്യത്ത് ചെയ്ത് സാധാ നിസ്കാരം, അല്ലെങ്കിൽ തഹിയ്യത്തിൻ്റെ നിയ്യത്ത് പള്ളിയിലേക്ക് കയറിയാൽ ഏതാ വെക്കാൻ പറ്റുന്നതാണ്. 2 റക്അത്ത് നമ്മൾ സുന്നത്ത് നിസ്കാരം ഏത് നിസ്കരിക്കാം. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നു. കേട്ടോളി, ഇങ്ങനെ ദുആ ചെയ്യുന്നു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിസ്മികല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അല്ലദീ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. മനോഹരമായ ദുആയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദുആ ചെയ്തു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ നാമം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ ഇസ്മ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം, അതിൻ്റെ മഹത്വം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ, ഒ ബിസ്മികല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നിന്റെ ഒരു നാമം മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആരാണ് അല്ലാഹു? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ ഇലാഹില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എന്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞു. അല്ലദീ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അള്ളാഹുവിന് ഒരു ഉറക്കച്ചടവുണ്ടാവില്ല, ഉറക്കമില്ല അള്ളാഹുവിന്, ഒരു തൂങ്ങിയുറക്കം പോലുമില്ല, അശ്രദ്ധമായി പോകുന്നൊരവസ്ഥയില്ല. എല്ലാം സസൂക്ഷ്മം ഉണർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, എന്തിനും കഴിവുള്ള, എന്നും ഹയ്യായ ജീവിച്ചിരിക്കുന്ന പടച്ച തമ്പുരാൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ആ അള്ളാഹുവിൻ്റെ മഹത്വം മുന്നിൽ വെച്ചുകൊണ്ട്, പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ വചനം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദുആയാണ്. ഇതങ്ങോട്ട് ചൊല്ലിയിട്ട്, ഈ ദിക്റങ്ങോട്ട് ദുആ അങ്ങോട്ട് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ അത്ഭുതകരമായ ആവശ്യം നടക്കുമെന്ന് ഫത്ഹുൽ മുഈനിൻ്റെ ശുറൂഹകൾ, പ്രത്യേകിച്ച് ഇഅ്യാനത്തു ത്വാലിബീൻ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇത് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു വെറൈറ്റി സീക്രട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, 2 കാര്യങ്ങൾ വെള്ളിയാഴ്ചയിൽ നമ്മൾ പരിഗണിച്ചു കൊടുക്കുന്നത് പോലെ. ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ജുമാ നിസ്കാരമല്ല, അവർക്ക് ജുമാ നിസ്കാരത്തിൻ്റെ മഖാമിൽ ളുഹ്ർ നിസ്കാരമാണ്. ആ സമയത്തിന് മൂല്യമാണ്. ആ ളുഹ്ർ നിസ്കാരത്തിന് സാധാ ളുഹ്ർ നിസ്കാരത്തേക്കാൾ മൂല്യമാണ്, കാരണം വെള്ളിയാഴ്ചയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ളുഹറാണുള്ളത്. അപ്പോൾ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ 2 ഹദിയകൾ, 2 സ്വതക്കകൾ അവർ കൈമാറുന്നു, കൊടുക്കുന്നു. ഇന്ന് എന്തെല്ലാം സംവിധാനമുണ്ട്, നേരിട്ട് കൊടുക്കാനുണ്ട്, ഗൂഗിൾ പേ ചെയ്തിട്ട് കൊടുക്കാം പലർക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തതിന് ശേഷം, 2 ഹദിയകൾ സ്വതക്കകൾ ചെയ്തതിന് ശേഷം നമ്മൾ ളുഹ്ർ നിസ്കരിച്ച് അതേ സ്ഥലത്തേക്ക് മടങ്ങി വന്നു. അവിടെ വന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ട് ഈ ദുആ ചെയ്തു, എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാം. ഇതൊക്കെ സഹോദരിമാർക്കും അവിടെ നിസ്കാരം കഴിഞ്ഞ് ചെയ്യാവുന്നതാണ്. ഏതായിരുന്നാലും 2 എഫക്റ്റീവായിട്ടുള്ള ദിക്ർ ദുആയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അത് ഓർത്തു വെക്കണം, സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണം, നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്ഭുതകരമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കൂടെ നിൽക്കും. ഓർമ്മ വേണം, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ വെള്ളിയാഴ്ച നമ്മുടെ ആയുസ്സിലെ അവസാനത്തെ ദുൽഹിജ്ജ മാസത്തിൻ്റെ വെള്ളിയാഴ്ച ആക്കാതെ അള്ളാഹു ഒരുപാട് ദുൽഹിജ്ജയുടെ വെള്ളിയാഴ്ചകൾ, ഒരുപാട് വർഷങ്ങൾ ആഫിയത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അവസാനത്തിലേക്ക് കിടക്കും. 1 വയസ്സ് തീരാൻ പോവാൻ, നമ്മുടെ 1 വയസ്സ് തീരാൻ പോവാൻ. ഖബറിലേക്ക് 1 വയസ്സ് കൂടെ നമ്മൾ അടുത്തു. ഭയങ്കര ജാഗ്രതയോടെ വേണം ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ വിട പറയാൻ.
വിട പറഞ്ഞയക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെ വിട പറഞ്ഞയക്കേണ്ടത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയുടെ സകല മഹത്വങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മുടെ എല്ലാവിധ ഫിദ്ദുനിയാവുൽ ആഖിറ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. ഫിദ്ദുനിയാവുൽ ആഖിറ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് മുടങ്ങാൻ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, എത്രയോ വർഷങ്ങളായി നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, പരസ്പരം കണ്ടിട്ട് പോലുമില്ല, ഒരു പരിചയമില്ലാത്ത അവസ്ഥയിൽ പലരും ശേഷം പരിചയപ്പെട്ടവരും, അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. എത്ര സന്തോഷമാണ്, എത്ര ഉമ്മമാരുടെ കലർപ്പില്ലാത്ത ദുആയാണ്, എത്ര ഉപ്പമാരുടെ സ്നേഹമാണ്. ഒരുപാട് പേര് പ്രിയപ്പെട്ടവരെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ പരസ്പരം സ്നേഹത്തോടെ ദുആയിലൂടെ എങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്നേഹബന്ധം, ഈ ദീനി വെളിച്ചത്തിലുള്ള നമ്മുടെ ഈ കുടുംബബന്ധം അല്ലാഹു സുബ്ഹാനഹു തആല നാളെ സ്വർഗത്തിലെത്തിക്കുന്നതാക്കി കബൂൽ ചെയ്തു തരട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ നമ്മുടെ നാവുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله